തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ കൂടുതൽ പേർ ബി.ജെ.പിയിലേക്ക് എത്തുമെന്ന് പത്മജ വേണുഗോപാൽ. നാളെ മുരളീധരന് ബി.ജെ.പിയിലേക്ക് പോകേണ്ടി വരും. ചന്ദനക്കുറി തൊട്ടപ്പോൾ കോൺഗ്രസ് വിലക്കിയിരുന്നു. പിന്നീട് ചന്ദനം തൊട്ടിട്ടില്ല. കോൺഗ്രസിന്റെ മതേതര നിലപാട് അവരുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രമാണ്. അമ്മയ്ക്കെതിരായ പരാമർശത്തിൽ മുരളീധരൻ പ്രതികരിക്കാത്തത് വിഷമിപ്പിച്ചു. അതേസമയം തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നും പത്മജ തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. എനിക്ക് ഒറ്റ സങ്കടം മാത്രമേ ഉള്ളൂ. എന്നെ തോൽപ്പിക്കാൻ നിന്നേല് 2-3 പേര് മുരളിയേട്ടന്റെ ജീപ്പിന്റെ കൂടെ അപ്പുറം ഇപ്പുറം നിൽക്കുന്നുണ്ട്. അതാരാ നിങ്ങൾ കണ്ടുപിടിച്ചത്? ഇതിന്റെ പിന്നിൽ കളിച്ച വേറെ വലിയ നേതാക്കളുണ്ട്. അത് ഘട്ടം ഘട്ടമായിട്ട് ഞാൻ പറഞ്ഞോളാം. ഇപ്പോഴല്ല എന്നെ വല്ലാണ്ട് ചൊറിയട്ടെ, അപ്പൊ ഞാൻ പറഞ്ഞു. പാവ മുരളിയേട്ടൻ അവിടെ വടകര ഒന്ന് ജയിച്ചു പോയേനെ. എന്തിനാ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഇടയിൽ കൊണ്ടിട്ടേന്നല്ല. കാരണം അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അദ്ദേഹത്തിന് എന്താ പറയണ്ടത്, ജാതകപ്രകാരം ഇനി സമയം നോക്കണം, എന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം തൃശ്ശൂരാണ്. തൃശ്ശൂർ നല്ല ആളുകളുണ്ട്, പക്ഷെ കുറച്ച് നേതാക്കളുണ്ട് വൃത്തിയിട്ടവര്. ചേട്ടൻ സുരേഷ് ഗോപി എന്നെ ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. സുരേഷ് ഗോപി എന്നെ ജയിക്കുന്നതാണ് എനിക്ക്. ഇപ്പൊ ഇവിടെ മുരളിയേട്ടൻ ശരിക്കും വടകര സുഖകരമായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് പോവുകയായിരുന്നു. എന്തിനാണ് മുരളിയേട്ടനെ അവിടെ കൊണ്ടിട്ടത്? അപ്പൊ എനിക്ക് വിലയില്ല എന്നല്ലേ പറഞ്ഞേ. എനിക്ക് കഴിവില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിവില്ല എന്ന് പറയുന്ന ആൾക്കാർ പിന്നെ അത് പറയേണ്ട കാര്യം എന്താ? യൂത്ത് കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ ഇപ്പൊ പൊട്ടി മുളച്ച കുറേ ആളുകളല്ലേ ഈ ചാനലിൽ ഇരുന്നൊക്കെ വലിയ വർത്താനൊക്കെ പറഞ്ഞിട്ട് നേതാക്കളായവരാണ്. അവരോട് പറഞ്ഞാൽ എനിക്ക് പുച്ഛാണ് അവർ പറഞ്ഞാൽ. ഈ പറയുന്ന എൻ്റെ സഹോദരൻ 3 പാർട്ടിയുടെ പ്രസിഡന്റ് ആയ ആളാ. ഞാൻ ഒരു പാർട്ടിയിലേ നിന്നിട്ടില്ല ഇതുവരെ. സഹിക്കാണ്ട് ഓടിപ്പോയതാ. എൻ്റെ അമ്മയല്ലേ മുരളിയേട്ടൻ്റെ അമ്മ അല്ലേ? അപ്പോൾ സ്വന്തം അമ്മേനെ പറ്റി പറയുമ്പോൾ ബാക്കിയൊക്കെ പോട്ടെ, പെങ്ങളെ പറ്റി പറഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. സ്വന്തം അമ്മേനെ മോശമാക്കുന്ന രീതിയിൽ ഒരാൾ പറഞ്ഞപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് മുരളിയേട്ടൻ സംസാരിച്ചപ്പോഴാണ് എനിക്ക് ആകെ മുരളിയേട്ടനൊരു വിഷമം തോന്നിയത്. അത് ചെയ്യാൻ പാടില്ല. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ആരൊക്കെ വരുന്നുണ്ടാ നിങ്ങളെ എട്ടും. അപ്പോഴേക്കും നമ്മളൊക്കെ ഒതുങ്ങി പോയിട്ടുണ്ടാവും. കാരണം അതിനേക്കാളും പ്രഭവന്മാരെ വരാൻ ബഹ്റൈനിൽ സത്യം പറയട്ടെ, 1.5 കൊല്ലമായി ഞാൻ ബഹ്റൈനെ കണ്ടിട്ട്. ഞാൻ വെല്ലുവിളിച്ചല്ലോ, തെളിവുകൾ പുറത്ത് കൊണ്ടിട്ടേ. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, കോൺഗ്രസിലുണ്ടായിരുന്നപ്പോൾ നേരിട്ട അവഗണനകൾ ശക്തമായ ഭാഷയിൽ തന്നെയാണ് പത്മജ പറഞ്ഞത്. അതുമാത്രമല്ല, കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളടക്കം ഇനിയും കൂടുതൽ പേർ ബി.ജെ.പിയിലേക്ക് എത്തും എന്നും ഉറപ്പിച്ചു പറയുകയുണ്ടായി. എന്തെല്ലാം കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് തൃശ്ശൂരിലെത്തിയപ്പോൾ പത്മജ പങ്കുവച്ചത്? തീർച്ചയായും രോഹിണി, കൃത്യമായും ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി കോൺഗ്രസിൽ നിന്നും നിരവധി പേർ ബി.ജെ.പിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പത്മജ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് 11 മണിയോടുകൂടിയാണ് മുരളി മന്ദിരത്തിൽ ഈ ബി.ജെ.പി അംഗത്വം എടുത്തതിന് ശേഷം കെ കരുണാകരൻ്റെ സ്മൃതി കുടീരമുള്ള മുരളി മന്ദിരത്തിൽ പത്മജ എത്തുന്നത്. അതിനുശേഷമാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. തൻ്റെ മനസ്സും അടുത്തതിന് ശേഷമാണ് ഈ കോൺഗ്രസിൽ നിന്നും പോകുന്നത്. കാരണം ചന്ദനക്കുറി ഇടുവാൻ പോലും ഒരു വിലക്ക് ഈ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരുന്നു. താൻ ചന്ദനക്കുറി ഇടുമ്പോൾ അച്ഛനില്ലാത്ത ശീലമൊന്നും മകൾക്ക് വേണ്ട എന്ന് നേതാക്കൾ പറയുകയും പിന്നീട് താൻ ചന്ദനക്കുറി ഇട്ടിട്ടില്ല എന്നുള്ള കാര്യവും പത്മജ പറയുന്നുണ്ട്. അത്തരത്തിൽ മതേതര നിലപാടെന്നത് കോൺഗ്രസിന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച്, അതായത് അവരുടെ നേതാക്കളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ളത് മാത്രമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോഴാണ് മൃദു ഹിന്ദുത്വം പിന്തുടരുന്നതെന്നും പത്മജ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ മറ്റൊരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ ഈ പത്മജയുടെ മാതാപിതാക്കളെയൊക്കെ ആക്ഷേപിച്ച സമയത്തും സ്വന്തം അമ്മയെ ഇത്തരത്തിൽ പറഞ്ഞിട്ടും മുരളീധരൻ അതിനെതിരെ ഒന്നും സംസാരിച്ചില്ല, അതിനെ അനുകൂലിക്കുന്നുണ്ട്. അത് വലിയ തരത്തിൽ വിഷമമുളവാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ 3 നേതാക്കൾ തങ്ങളെ ചതിച്ചു എന്ന കാര്യവും പത്മജ വ്യക്തമാക്കുന്നുണ്ട്. കാരണം തെരഞ്ഞെടുപ്പിൽ, അതായത് കഴിഞ്ഞ ദിവസം മുരളീധരൻ്റെ ഇടവും വലവും നിന്ന നേതാക്കൾ എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അത് മറ്റാരുമല്ല, TN പ്രതാപനും അതുപോലെ തന്നെ മുൻ DCC പ്രസിഡന്റുമാണ്. അത് തന്നെയാണ് പത്മജ പറയുന്നത്. തൃശ്ശൂരിൽ തന്നെ ചതിച്ചവർ മുരളീധരനെയും ചതിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് പത്മജ പറയുന്നത്. മുരളീധരനും ഭാവിയിൽ ബി.ജെ.പിയിലേക്ക് വരേണ്ട ആൾ തന്നെയാണ്, അദ്ദേഹത്തിന് വരേണ്ടി വരുമെന്നും അതുപോലെ തന്നെ നിരവധി പേർ ബി.ജെ.പിയിലേക്ക് വരും. മോദിയുടെ ഭരണത്തിൽ ഈ ബി.ജെ.പിയിലേക്ക് നിരവധി പേരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് തനിക്കും പറയാനുള്ളത്. ബി.ജെ.പി ഒരു വർഗീയ പാർട്ടി എന്ന് പറയുന്നവർ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം വന്ന് നോക്കണമെന്ന് തന്നെയാണ് പത്മജ പറയുന്നത്. കാരണം എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും ബി.ജെ.പിയിൽ അംഗത്വമുണ്ട്. അതോടൊപ്പം തന്നെ താൻ അംഗത്വം സ്വീകരിച്ചത്
സ്വീകരിച്ചത് ഈ BJPയുടെ പ്രവർത്തനങ്ങൾ കണ്ടാണെന്നും പത്മജ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പല കാര്യങ്ങളും തന്നെ ആക്ഷേപിക്കുന്നവരൊക്കെ തന്നെ ചാനൽ ചർച്ചകളിലൂടെയൊക്കെ നേതാക്കളായവരാണ്. എന്നാലും താൻ കുഞ്ഞുനാൾ തൊട്ട് തന്നെ കോൺഗ്രസിൽ പ്രവർത്തിച്ച്, അതായത് ഒറ്റ പാർട്ടിയിൽ നിന്ന ആളാണ് പത്മജ. എന്നിട്ടാണ് ഈ ഒരു സങ്കടം വന്ന സമയത്ത്, അതായത് പല നേതാക്കളോടും പറഞ്ഞിരുന്നു, താൻ അനുഭവിച്ച വേദനകളൊക്കെ പറഞ്ഞ സമയത്തും അവരൊന്നും കേട്ടിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. അതിനുശേഷമാണ് ഇത്തരം ഒരു തീരുമാനമെടുത്തത്. എന്നാൽ കെ മുരളീധരൻ 3 പാർട്ടിയിൽ പോയിട്ട് വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളൊക്കെ പറയുമ്പോഴും പത്മജ വ്യക്തമാക്കുന്നത് താൻ അനുഭവിച്ചിട്ടുള്ള വേദനകളെക്കുറിച്ചാണ്. പാർട്ടിക്കുള്ളിൽ നിന്നും തനിക്കേറ്റ ഈ അവഗണനയാണ്. അത് അവഗണന നേരിടുന്ന നിരവധി ആൾക്കാർ ഇപ്പോഴും കോൺഗ്രസിനുള്ളിലുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഷമാ മുഹമ്മദിനെ പോലെയുള്ള സ്ത്രീകളും ഒക്കെ അവഗണന നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള, അവരെ സ്വാഗതം ചെയ്യുകയാണ് BJPയിലേക്ക്. അത്തരത്തിൽ ഇനിയും നേതാക്കൾ, അതായത് ഞങ്ങളെയൊക്കെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് നേതാക്കൾ വരുമെന്ന് തന്നെയാണ് പത്മജ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മുരളീധരനെ തോൽപ്പിക്കുവാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുമെന്നുള്ള കാര്യമാണ്. മുരളീധരന്റെ ജാതകം പരിശോധിക്കണമെന്നും ഈ സമയം ശരിയല്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം പറഞ്ഞു വെക്കുന്നത്, തൃശ്ശൂരിൽ BJP ജയിക്കും, സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്നുള്ള കാര്യം കൂടെ പത്മജ പറയുന്നുണ്ട്. കാരണം ഇനിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പാർട്ടി പറഞ്ഞാൽ പത്മജ ഇറങ്ങും. അതോടൊപ്പം തന്നെ മറ്റ് പ്രവർത്തനങ്ങൾക്കും, അതായത് നിരവധി പ്രവർത്തനങ്ങൾ സ്വന്തമായി തന്നെ ചെയ്യുന്നതാണ് താനെന്നും BJPയുടെ പ്രവർത്തനങ്ങൾ അത് തന്നെ ആകർഷിച്ചിരുന്നുവെന്നും പത്മജ പറയുന്നുണ്ട്. എന്തായാലും അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിന്റെ ഈ പിന്നിൽ കുത്ത് കാര്യങ്ങളൊക്കെ തന്നെ പത്മജ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും പ്രിയങ്ക ഗാന്ധിയെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്ന സമയത്ത്, അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കൊണ്ടുവന്ന സമയത്ത് തൻ്റെ കയ്യിൽ നിന്നും പണം ആവശ്യപ്പെട്ടുവെന്നും എന്നാൽ തന്നെ അവഗണിക്കുന്ന ഒരു നിലപാടാണ് നേതൃത്വം സ്വീകരിച്ചതെന്നും പത്മജ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും മുഴുവനായി എടുത്ത് പരിശോധിക്കുന്ന സമയം കോൺഗ്രസിനെ വലിയ തരത്തിൽ തന്നെയാണ് പത്മജ വിമർശിച്ചിട്ടുള്ളത്. കാരണം ഇത്രയധികം വേദനകൾ പത്മജ എന്നുള്ള ഒരു വനിതാ നേതാവിന് ഈ കോൺഗ്രസിനുള്ളിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നു. പലതരത്തിലും പരാതി പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. ഒടുവിൽ കെ കരുണാകരൻ എന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്ന, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ലീഡറിന്റെ മകൾക്ക് BJPയിലേക്ക് എത്തേണ്ടി വന്നു. അച്ഛനും അവസാന നാളുകളിൽ നിരവധി അവഗണന, അതായത് പാർട്ടിയുടെ ഭാഗത്തു നിന്നും അവഗണന അനുഭവിച്ചിരുന്നു. അച്ഛനെ 18 മാസത്തോളം നോക്കിയത് താനാണെന്നും തനിക്ക് എല്ലാ കാര്യവും അറിയാമെന്നുമാണ് പത്മജ വ്യക്തമാക്കുന്നത്.